ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം. ദ്രൗപദി ദർശം ഭാഗം 34. രചന ഫൗസിയ നൗഷാദ്. ഞങ്ങളുടെ പ്രണയം മെല്ലെ മെല്ലെ വളർന്നുകൊണ്ടിരുന്നു. അധികം ആർക്കും അറിയാത്ത എന്നാൽ വളരെ മനോഹരമായ ഒന്നായിരുന്നു ഞങ്ങളുടെ പ്രണയം. ദേവേട്ട, എന്താ മാളു, നമ്മുടെ പ്രണയം ദേവേട്ടൻ്റെ വീട്ടുകാർ അംഗീകരിക്കുമോ? അവരെ ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ എനിക്കറിയാം ദേവേട്ടൻ വലിയ വീട്ടിലെ ആണെന്ന്. അവർക്കെന്നെ ഇഷ്ടപ്പെടുമോ? എൻ്റെ മാളുവിന് എന്ത് കുറവാ ഉള്ളത്? തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും, അവൻ പറഞ്ഞു. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇല്ലെങ്കിൽ എന്താ, എൻ്റെ ജീവിതത്തിൽ ഇനി മറ്റൊരു പെണ്ണുണ്ടാവില്ല. നീ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ് മാളു, ദേവേട്ടൻ എൻ്റെ കൈകളിൽ കൈകോർത്ത് പറഞ്ഞു. എനിക്ക് വിശ്വാസമായിരുന്നു. മറ്റാരേക്കാളും ഞാൻ ദേവേട്ടനെ സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. സ്കൂൾ അവധിയുള്ള ദിവസം അച്ഛന് പാടത്തേക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നത് ഞാനാണ്. ദേവേട്ടൻ എന്നെ കാത്ത് അവിടെ എവിടെയെങ്കിലും മാറി നിൽപ്പുണ്ടാവും. ഞങ്ങൾ കുറേ നേരം ഒപ്പമുണ്ടാവും. അങ്ങനെ ഒരു ദിവസം അച്ഛനുള്ള ഭക്ഷണവുമായി ഞാൻ പാടത്ത് വന്നു. മോള് വരേണ്ടായിരുന്നല്ലോ. നന്ദു കൊണ്ടുവന്നേനെ, നല്ല വെയിലുണ്ട്. അതിനെന്താ അച്ഛാ, എൻ്റെ അച്ഛൻ ഈ വെയിലത്ത് പാടത്ത് നിന്ന് ജോലി എടുക്കുന്നില്ലേ? പിന്നെന്താ, അവൾ ചോദിച്ചു. ഞാൻ ആഹാരം അച്ഛനെ ഏൽപ്പിച്ചു. അച്ഛൻ അത് വാങ്ങി എൻ്റെ തലയിൽ സ്നേഹത്തോടെ തലോടി. അച്ഛൻ്റെ തൊഴിലാളികളും അവിടെ ഉണ്ട്. അച്ഛൻ അവരെല്ലാം ഒരേപോലെയാണ്. അച്ഛനും അവർക്കൊപ്പം ജോലിയെടുക്കും. അവിടെ മുതലാളി തൊഴിലാളി എന്ന വേർതിരിവില്ല. അച്ഛനെ ആഹാരം ഏൽപ്പിച്ച് ഞാൻ മടങ്ങി. വീട്ടിലേക്കല്ല, പകരം ഓലപ്പുരയിലേക്ക്. അവിടെ എന്നെ കാത്ത് ദേവേട്ടനുണ്ടായിരുന്നു. അതച്ഛൻ ജോലി എടുക്കുന്നിടത്ത് നിന്ന് കുറച്ച് അകലെയാണ്. മാത്രമല്ല അച്ഛൻ ഉച്ചയ്ക്കൊന്നും അവിടേക്ക് വരാറുമില്ല. മാളു, ദേവേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നു. കൊള്ളാലോ, പാടും എടുപ്പൊക്കെ വലിയ പെമ്പിള്ളേരെ പോലെയുണ്ട്. ഒന്ന് പോ ദേവേട്ടാ, ഞാൻ വലുതായില്ലേ പിന്നെ. ഭയങ്കര വലുതാ, ഒന്ന് പോവണ്ണേ. നിന്റെ പൂച്ചക്കണ്ണ് ഇതെന്നെ വഴി തെറ്റിക്കും. എൻ്റെ മാളു, എന്ത് ഭംഗിയായി കണ്ണുകള്. അത് കേട്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു. ചിരിക്കുമ്പോൾ കാണുന്ന അവളുടെ കുഞ്ഞു നിരയൊത്ത പല്ലുകളിലേക്ക് അവൻ നോക്കി. എന്തു ഭംഗിയാണ് എൻ്റെ പെണ്ണിന്, അവൻ അറിയാതെ ഓർത്തു. അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്നു. അവൻ അടുത്തായി വെച്ചിരുന്ന ഒരു കവർ അവൾക്ക് നീട്ടി. അവളത് തുറന്നു. ഹായ് ചാമ്പയ്ക്ക. അവൾ കൊതിയോടെ അത് കഴിച്ചു. അവനത് നോക്കിയിരുന്നു. അവൾ പാതി കടിച്ച ചാമ്പ അവൻ കഴിച്ചു. അതെ, ഈ ചാമ്പയുടെ ചുണ്ടും ഒക്കെ ഒരേപോലെ ഉണ്ട്. ദേ, വേണ്ട വേണ്ട, കൂടുന്നുണ്ട്, അവൾ കളിയോടെ പറഞ്ഞു. അവൻ അവളുടെ അടുത്തേക്ക് മുഖം കൊണ്ടുവന്നു. അവളുടെ കവിളുകളിൽ അമർത്തി ചുംബിച്ചു. ദ്രൗപദി, പുറത്തു നിന്നൊരലർച്ച. അവർ രണ്ടാളും ഞെട്ടി പുറത്തേക്ക് നോക്കി. ശിവയുടെ അച്ഛൻ വിശ്വനാഥൻ. രണ്ടുപേരും വിറങ്ങലിച്ചു പോയി. അത് പ്രതീക്ഷിച്ചതേ അല്ല. ഇവിടെ വാടി, അയാൾ അവളുടെ കയ്യിൽ പിടിച്ചു. ഇതിനാണോടി നിന്നെ ഞാൻ പറഞ്ഞു വിട്ടത്? നിനക്ക് എങ്ങനെ തോന്നി എന്നോട് ഈ ചതി ചെയ്യാൻ? അയാൾ അവനെ നോക്കി. നീ ആരാണെന്നോ എന്താണെന്നോ ഞാൻ ചോദിക്കുന്നില്ല. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ മോളുടെ പുറകിൽ നടക്കാനാണ് ഉദ്ദേശമെങ്കിൽ എൻ്റെ തനി സ്വഭാവം നീ അറിയും. നിനക്കെന്നെ അറിയില്ല, പറഞ്ഞേക്കാം. ഇനി മേലെ എൻ്റെ മോളുടെ കൂടെ ഞാൻ കണ്ടുപോവരുത്. അത് പറഞ്ഞ് അവളെ വലിച്ചെടുത്ത് വിശ്വനാഥൻ വീട്ടിലേക്ക് നടന്നു. അവൾ കരയുന്നുണ്ടായിരുന്നു. അയാളൊന്നും മിണ്ടിയില്ല. അച്ഛനെ അത്ര ദേഷ്യപ്പെട്ട് അവൾ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അയാൾ അവളെ തല്ലിയില്ല, പകരം വീട്ടിലേക്ക് വന്നു. എന്തു പറ്റി? എന്താ ഏട്ടാ മോളെ ഇങ്ങനെ വലിച്ചുകൊണ്ട് വരുന്നത്? അതിൻ്റെ കൈ നോവും. എന്തു പറ്റി? എന്താ മോളെ? കരയുന്ന അവളെയും ദേഷ്യപ്പെട്ട് നിൽക്കുന്ന വിശ്വനാഥനെയും നോക്കി നന്ദിനി ചോദിച്ചു. നിന്റെ മോളോട് തന്നെ ചോദിക്ക്. ആ ഓലപ്പുരയിൽ ഏതോ ചെക്കനൊപ്പം. എൻ്റെ മോളെക്കുറിച്ച് ഈ അച്ഛൻ ഇങ്ങനെയൊന്നും കരുതിയില്ല. ഇത്ര വളർന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല മോളെ. എത്ര സ്വാതന്ത്ര്യം നിനക്ക് ഞങ്ങൾ തന്നു, എന്നിട്ടും നീ. അയാൾക്ക് സങ്കടം സഹിക്കാനായില്ല. അവളൊന്നും പറഞ്ഞില്ല. അയാൾ അവളുടെ കൈവിട്ടു. അവൾ മുറിയിൽ പോയി കരഞ്ഞു. അയാൾ തകർന്നതുപോലെ കാണപ്പെട്ടു. എന്താ ഏട്ടാ, ആരാ ചെക്കൻ മോളുടെ ഒപ്പം ഇങ്ങനെ? എനിക്കറിയില്ല നന്ദു, ഞാൻ കണ്ടതാ. അപ്പോൾ എല്ലാ ദിവസവും ഇവൾ അവിടേക്ക് പോയിരുന്നോ? എൻ്റെ ഈശ്വര, ആ ഓലപ്പുരയിലേക്ക് ഞാൻ ഇന്നൊരു സാധനം തിരക്കി പോയതാ. കണ്ടതോ? ഞാൻ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ. അവളുടെ പ്രായം അങ്ങനെയാണ്, അയാൾ ആദ്യോടെ പറഞ്ഞു. അവളെ ഏട്ടൻ തല്ലിയോ? ഞാൻ തല്ലിയിട്ടില്ല നന്ദു. ഒരു ഈർക്കിൽ കൊണ്ടുപോലും ഞാൻ എൻ്റെ മക്കളെ തൊട്ടിട്ടില്ല. പക്ഷേ എൻ്റെ ഹൃദയം അത്രയ്ക്ക് തകർന്നുപോയി. ഞാൻ എൻ്റെ മോളിൽ നിന്ന് അങ്ങനെയൊന്നും ശരിക്കും പ്രതീക്ഷിച്ചില്ല. അച്ഛൻ്റെ വാക്കുകൾ കേട്ട് ശിവാനിക്ക് സങ്കടം സഹിക്കാനായില്ല. ശരിയാണ്, അച്ഛൻ തന്നെ ഇതുവരെ കൈവച്ചിട്ടില്ല. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്തൊക്കെ ഉണ്ടായേനെ. അതവളുടെ സങ്കടം വല്ലാതെ വർദ്ധിപ്പിച്ചു. അന്ന് അച്ഛൻ അവളോട് മിണ്ടിയതേയില്ല. പിറ്റേന്ന് അച്ഛൻ അവളുടെ അടുത്തേക്ക് വന്നു. കരഞ്ഞു തളർന്ന് കിടക്കുകയായിരുന്നു അവൾ. മോളെ, അയാൾ അവളുടെ മുടിയിൽ തലോടി. അച്ഛാ, അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ചു.
മോളെ നോക്ക്, അച്ഛൻ മോളെ വിഷമിക്കാൻ ചെയ്തതല്ല. അച്ഛനെ പേടിയാ മോളെ. പ്രായപൂർത്തിയായ പെൺമക്കളുള്ള അച്ഛനമ്മമാരുടെ വിഷമം അവർക്കേ അറിയൂ. നാളെ മോക്ക് മക്കളുണ്ടാവുമ്പോഴേ അത് മോക്ക് മനസ്സിലാവൂ. അവൻ ആരാണെന്നോ എന്താണെന്നോ മോക്ക് അറിയോ? ഇല്ല. അവൻ്റെ ഫാമിലി അറിയോ? ഇല്ല. ഏതോ വലിയ കുടുംബമാണെന്നാ കേട്ടത്. അതാ അച്ഛൻ പറഞ്ഞത്. അവരൊക്കെ വലിയ ആളുകളാവും. നമുക്കതൊന്നും വേണ്ട. നമ്മൾ സിമ്പിളായിട്ട് ജീവിക്കുന്നവരാ. അധ്വാനിച്ച് മണ്ണിനെ സ്നേഹിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. അവർ നമുക്ക് വേണ്ട. അതുമല്ല, ഈ പ്രായത്തിൽ പ്രണയമൊക്കെ തോന്നും. പക്ഷെ ഇതല്ല യഥാർത്ഥ പ്രണയം. മോളൊന്ന് പക്വതയായിട്ട് ആരെ വേണമെങ്കിലും നോക്കോ. അച്ഛനൊരു പരാതിയില്ല. ഇപ്പോൾ വേണ്ട മോളെ. മോള് വളർന്നിട്ടില്ല. അച്ഛൻ പറഞ്ഞത് മോക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടച്ഛാ. എങ്കിൽ അച്ഛൻ്റെ പൊന്നുമോള് അച്ഛനെ ഓർത്തി ബന്ധം ഒഴിവാക്കണം. അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾക്ക് എന്ത് വേണമെന്നറിയാത്ത അവസ്ഥ. ദേവൻ അവൾക്ക് ജീവനാണ്. എങ്ങനെയാ ഒഴിവാക്കുക? അച്ഛൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാനിപ്പോൾ എന്താ കണ്ണാ ചെയ്യുക? അവളാകെ ആശയക്കുഴപ്പത്തിലായി. പിറ്റേന്ന് അവൾ തിരികെ വരാൻ നേരം അവനെ വിളിച്ചില്ല. അവന് വല്ലാതെ സങ്കടം തോന്നി. അവൾ ഒറ്റയ്ക്കായിരുന്നില്ല. അച്ഛൻ വന്നായിരുന്നു അവളെ കൂട്ടിക്കൊണ്ട് വന്നത്. രാവിലെ അയാൾ തന്നെ അവളെ സ്കൂളിലാക്കിയത്. അവൾ സ്കൂളിൽ വെച്ച് പരമാവധി അവൻ്റെ കണ്ണ് വെട്ടിച്ച് നടക്കും. സ്കൂളിൽ വെച്ച് ഒരു ദിവസം ഉച്ചയ്ക്ക് അവനവളുടെ പിന്നാലെ ചെന്നു. നിൽക്കുമാളൂ, നീ എന്തിനാ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നേ? എനിക്കറിയണം എൻ്റെ ഭാഗത്ത് തെറ്റെന്താണെന്ന്. അവളെ നിന്നു. അവനെ നോക്കി. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അതെന്താണെന്നാ എനിക്കറിയാത്തത്. എൻ്റെ അച്ഛന് ഇഷ്ടമല്ല, അത്ര തന്നെ. നീയല്ലേ എന്നോട് ആദ്യം ഇഷ്ടം പറഞ്ഞത്? ഇതൊന്നും അപ്പം നിനക്ക് അറിയില്ലായിരുന്നോ? അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അച്ഛനെന്ന എനിക്ക് ജീവനാണ്, ജീവിതമാണ്. അദ്ദേഹം വിഷമിച്ച് കാണുന്ന എനിക്ക് സഹിക്കില്ല ദേവേട്ടാ. ദേവേട്ടനെ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോഴും ഈ മനസ്സിൽ ദേവേട്ടൻ മാത്രമേ ഉള്ളൂ. ഒരു ഉറപ്പ് ഞാൻ തരാം. ഞാൻ എന്നും ദേവേട്ടൻ്റെ മാളുമായിരിക്കും. എത്ര അകലെയാണെങ്കിലും ഹൃദയം കൊണ്ട് നമ്മൾ ഒന്നായിരിക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. അത് പറഞ്ഞ് അവൾ ഓടിപ്പോയി. പിന്നീട് അവർ തമ്മിൽ മിണ്ടിയിട്ടേയില്ല. എങ്കിലും പരസ്പരം മറക്കാനാവില്ലെന്ന് അവർക്കറിയാമായിരുന്നു. തുടരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.